ഹായ് ഫ്രണ്ട്സ്, ARV എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ബ്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ്സാണിത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് ആണ്, അതായത് ബ്രിക്സ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറയുന്ന ഒരു പോർഷൻ നോക്കിയായിരുന്നു. അതായത് ബ്രിക്സ് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് 4 പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോസസ്സ് ക്ലേ പ്രിപ്പയർ ചെയ്യുക എന്നാണ്. ടെമ്പറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വരെ നമ്മൾ പഠിച്ചു. ആ ടെമ്പറിങ് തന്നെ 2 ടൈപ്പ് ഉണ്ടെന്നൊക്കെ പഠിച്ചു. അതായത് ടെമ്പറിങ് കഴിയുമ്പോഴത്തേന് മോൾഡിങ് എന്ന് പറയുന്ന 2ാമത്തെ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മോൾഡിങ് എന്ന് പറയുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിക്സിൻ്റെ മോൾഡിങ്ങിനകത്ത് ഹാൻഡ് മോൾഡിങ്ങും ഉണ്ട്, മെഷീൻ മോൾഡിങ്ങും ഉണ്ട്. ഹാൻഡ് മോൾഡിങ് തന്നെ 2 ടൈപ്സ് ഉണ്ട്, ഗ്രൗണ്ടും ടേബിളും. ഇനി ഗ്രൗണ്ടും ടേബിളും വീണ്ടും സാൻഡ് മോൾഡഡും ഉണ്ട്, സ്ലോപ്പ് മോൾഡിങ്ങും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മെഷീൻ മോൾഡിങ് പ്ലാസ്റ്റിക് ക്ലേ മെഷീനുണ്ട്, ഡ്രൈ ക്ലേ മെഷീനുണ്ട്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹാൻഡ് മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ വുഡൻ ഓർ സ്റ്റീൽ മോൾഡ്സ് ആർ യൂസ്ഡ്. അതായത് തടി കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതോ ആയ മോൾഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ മോൾഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ബ്രിക്കിൻ്റെ സൈസിനേക്കാളും 8 to 12% എല്ലാ ഡയറക്ഷനിലും ലോങ്ങർ ആയിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. മോൾഡ്സ് ആർ മെയ്ഡ് ലോങ്ങർ ബൈ അബൌട്ട് 8 to 12% ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും എന്താണ് 8 മുതൽ 12% വരെ ലോങ്ങർ ആയിട്ടായിരിക്കും ഈ മോൾഡ്സ് നിർമ്മിക്കുന്നത്. ആ മോൾഡ്സിനുള്ളിലേക്കാണ് നമ്മൾ എന്താണെന്ന് ഒഴിച്ചു കൊടുക്കുന്ന ആ ക്ലേ ഒഴിച്ചു കൊടുക്കുന്ന ആ പ്രോസസ്സാണ് മോൾഡിങ് എന്ന് പറയുന്നത്. ഹാൻഡ് മോൾഡഡ് ബ്രിക്സ് മേ ബി ഗ്രൗണ്ട് മോൾഡഡ് ഓർ ടേബിൾ മോൾഡഡ്. ഹാൻഡ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗ്രൗണ്ട് മോൾഡഡോ അല്ലെങ്കിൽ ടേബിൾ മോൾഡഡോ ആകാം. അതായത് ഗ്രൗണ്ട് മോൾഡഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ച് മോൾഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുന്നതാണ് ഗ്രൗണ്ട് മോൾഡർ. അതായത് വെറും തറയിൽ ആൾക്കാരിരുന്ന് മോൾഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നു. അതായത് ആ മോൾഡിനുള്ളിലേക്ക് ക്ലേ ഒഴിച്ചു കൊടുത്ത് അങ്ങ് മോൾഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി ടേബിൾ മോൾഡഡ് എന്ന് പറഞ്ഞാൽ ടേബിളിന് മുകളിൽ മോൾഡ് വെച്ചിട്ട് ആ മോൾഡിലേക്ക് ക്ലേ ഒഴിച്ചു കൊടുത്ത് മോൾഡിംഗ് പ്രോസസ്സ് ചെയ്യുന്നതാണ് ടേബിൾ മോൾഡഡ് എന്ന് പറയുന്നത്. ഇനിയും സ്ലോപ്പ് മോൾഡഡും ഉണ്ട്, അതുപോലെ സാൻഡ് മോൾഡഡ് ബ്രിക്സും ഉണ്ട്. ഗ്രൗണ്ട് മോൾഡഡിനെയും ടേബിൾ മോൾഡഡിനെയും വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് സ്ലോപ്പ് മോൾഡഡും സാൻഡ് മോൾഡഡും. സ്ലോപ്പ് മോൾഡഡ് ബ്രിക്ക് എന്ന് പറയുന്നത് ദീസ് ആർ പ്രിപ്പയർഡ് ബൈ ഡിപ്പിംഗ് ദ മോൾഡ് ഇൻ വാട്ടർ എവറി ടൈം. അതായത് മോൾഡ് എവറി ടൈമിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നു, വാട്ടറിൽ മുക്കിയെടുക്കുന്നു ഈ മോൾഡ്. അതാണ് സ്ലോപ്പ് മോൾഡഡ്. ഇനി സാൻഡ് മോൾഡഡ് ആണെങ്കിലോ ദീസ് ആർ പ്രിപ്പയർഡ് ബൈ സ്പ്രിംഗ്ലിംഗ് ആഷ് ഓർ സാൻഡ് ഇൻസൈഡ് ദ മോൾഡ് സർഫസ്. അതായത് ആ മോൾഡ് സർഫസിനുള്ളിൽ ഈ നമ്മുടെ സാൻഡ് ഉണ്ടല്ലോ, ആ സാൻഡോ അല്ലെങ്കിൽ ആഷോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു, അതായത് തളിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുന്നു. അപ്പോൾ സാൻഡ് ആണെങ്കിൽ ആ സാൻഡ് പാർട്ടിക്കിൾസ് ഒന്ന് വെതറി കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ആഷ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു, ആഷ് വെതറി കൊടുക്കുന്നു, ഒന്ന് തളിച്ചു കൊടുക്കുന്നു. ഓക്കെ, അതാണ് സാൻഡ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് സാൻഡ് ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുന്നതാണ് സാൻഡ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. മോൾഡ് സർഫസിലാണ്, അങ്ങനെ മോൾഡ് സർഫസിനുള്ളിലാണ് ഇങ്ങനെ സാൻഡ് പാർട്ടിക്കിൾസ് വെതറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആഷ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. അതാണ് അങ്ങനെ അതിനുള്ളിൽ മോൾഡിങ് നടത്തുന്നു, എന്നിട്ട് അതാണ് സാൻഡ് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇനി മെഷീൻ മോൾഡിങ് എന്ന് പറയുമ്പം ഇറ്റ് ഹാവ് സ്മൂത്ത് എക്സ്റ്റേണൽ സർഫസസ്, റെഗുലർ ഷേപ്പ്, ഷാർപ്പ് എഡ്ജസ് ആൻഡ് കോർണേഴ്സ്. അതായത് മെഷീൻ മോൾഡിങ്ങിൽ ചെയ്തെടുത്ത ബ്രിക്കുകൾക്ക് സ്മൂത്ത് എക്സ്റ്റേണൽ സർഫസസ് ആയിരിക്കും. അതായത് വളരെ സ്മൂത്തായിട്ടുള്ള നല്ല എക്സ്റ്റേണൽ സർഫസുകളാണ്. അവിടെ ഇറഗുലറായിട്ടുള്ള ഒരു ഇതും വരത്തില്ല. അതുപോലെ റെഗുലർ ഷേപ്പാണ്, നല്ല ഷേപ്പാണ്. ഒരു റെക്റ്റാങ്കിൾ ബ്രിക്കാണെങ്കിൽ അത് കറക്റ്റ് റെക്റ്റാങ്കിൾ ആയിരിക്കും. കോർണേഴ്സൊക്കെ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും, ഒരു കർവ്ഡ് ഷേപ്പൊന്നും വരത്തില്ല. അതുപോലെ തന്നെ കോർണേഴ്സും നല്ല കോർണേഴ്സ്, അതായത് 90 ഡിഗ്രി ആംഗിൾ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ദേ ആർ ഹെവിയർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ ഹാൻഡ് മോൾഡഡ് ബ്രിക്സ്. ഹാൻഡ് മോൾഡഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കൈകൊണ്ടു തന്നെ ആളുകൾ നിർമ്മിക്കുന്നതാണ് ഹാൻഡ് മോൾഡർ. അപ്പോൾ അതിനേക്കാളും മെഷീനിൽ മോൾഡ് ചെയ്യുമ്പം എന്തായാലും ഹെവിയറുമായിരിക്കും, നല്ല സ്ട്രോങ്ങുമായിരിക്കും. അതുകൊണ്ട് മെഷീൻ മോൾഡഡ് ബ്രിക്സ് ആണ് എന്താണ് ഹെവിയർ ആൻഡ് സ്ട്രോങ്ങർ കുറച്ചുകൂടി ഹാൻഡ് മോൾഡഡിനെ വെച്ച് നോക്കുമ്പോൾ.
ദ മെഷീൻസ് യൂസ്ഡ് മേ ബി പ്ലാസ്റ്റിക് ക്ലേ ഓർ ഡ്രൈ ക്ലേ മെഷീൻ. അപ്പം മെഷീൻ മോൾഡിംഗ് എന്ന് പറയുന്നതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട്. അപ്പോൾ ആ 2 ടൈപ്പ് മെഷീൻസിനകത്ത് നിർമ്മിക്കുന്നതനുസരിച്ച് വീണ്ടും അതിനെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം മെഷീൻ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് മെഷീൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്ലേ മെഷീനോ അല്ലെങ്കിൽ ഡ്രൈ ക്ലേ മെഷീനോ ആയിരിക്കാം. അപ്പോൾ എന്താണ്, മെഷീൻ മോൾഡിങ് തന്നെ 2 ടൈപ്പായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് പ്ലാസ്റ്റിക് ക്ലേയും അതുപോലെ തന്നെ ഡ്രൈ ക്ലേ എന്ന് പറയുന്നത്. അപ്പം പ്ലാസ്റ്റിക് ക്ലേ മെഷീന് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ക്ലേ മെഷീനിൽ നിർമ്മിക്കുന്ന ബ്രിക്കുകൾക്ക് ഒരു പ്രത്യേക പേരുണ്ട്, വയർ കട്ട് ബ്രിക്ക്. ഇത് എക്സാമിന് സ്ഥിരമായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ബ്രിക്സ് പ്രിപ്പയർഡ് ഇൻ ദ മെഷീൻ ആർ നോൺ ആസ് വയർ കട്ട് ബ്രിക്സ്. അതായത് പ്ലാസ്റ്റിക് ക്ലേ മെഷീൻസിനകത്ത് നിർമ്മിക്കുന്ന ബ്രിക്കുകൾക്ക് പറയുന്ന പേരാണ് വയർ കട്ട് ബ്രിക്സ്. ഇനി ഡ്രൈ ക്ലേ മെഷീനകത്ത് നിർമ്മിക്കുന്ന ബ്രിക്കുകൾക്ക് പറയുന്ന പേരോ പ്രസ്ഡ് ബ്രിക്സ്. അപ്പം ബ്രിക്സ് പ്രിപ്പയർഡ് ഇൻ ദിസ് മെഷീൻ ആർ നോൺ ആസ് പ്രസ്ഡ് ബ്രിക്ക്. ഏത് മെഷീനിൽ? ഡ്രൈ ക്ലേ മെഷീനിൽ നിർമ്മിക്കുന്ന ബ്രിക്കുകൾക്ക് പറയുന്ന കട്ടകൾക്ക് പറയുന്ന പേരാണ് പ്രസ്ഡ് ബ്രിക്സ്. അപ്പോൾ ഇത്രയുമാണ് മോൾഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ കാണുക, കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.